നാട്ടിലൊന്നും പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പല കാരണങ്ങളും കൊണ്ടും അത് മുടങ്ങിപ്പോയി. പക്ഷേ ആ പ്ലാൻ ചെയ്ത് ഡേറ്റ് ആവും തോറും മനസ്സൊരു സ്റ്റെക്കാവലാണ്. നാട്ടിൽ പോയിട്ട് കാണാൻ വിചാരിച്ച ആൾക്കാരും കഴിക്കാൻ വിചാരിച്ച ഭക്ഷണങ്ങളൊക്കെ എല്ലാതും മനസ്സിലേക്ക് ഇങ്ങനെ വരും. ചോറ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനെപ്പോഴും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തരുന്ന രാവിലത്തെ കടികളും കറികളൊക്കെ കേട്ടോ ആലോചിക്കലുണ്ടായിരുന്നത്. നല്ല ചൂടോടെ ചുട്ടിരുന്ന അപ്പവും ഇതും കറിയും ഒക്കെ. അപ്പോൾ ഇന്ന് എനിക്കതുപോലെ ഇങ്ങനെ പാലപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിക്കാൻ തോന്നിയിട്ട് അമ്മക്ക് വിളിച്ചിട്ടോ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. അപ്പോൾ അമ്മ ചോദിക്കുക, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ വയ്ക്കണം, എനിക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വയ്ക്കൂലേ. പക്ഷെ അതങ്ങനെയല്ലല്ലോ, നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ എണ്ണയിലേക്ക് നമ്മുടെ പട്ട, കറാമ്പൂ, ഏലക്ക അത് മൂന്നൊന്നും ഇട്ടിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം അതിലേക്ക് ഉള്ളി, കുറച്ച് കട്ട് ചെയ്ത ക്യാരറ്റ്, പൊട്ടാറ്റോ ഇത് രണ്ടും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഈ 3 പൊടികളും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് പിന്നെ നമുക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഇത് 3ഉം ചേർത്തിട്ട് ഒരു വിസിലടിക്കുക. വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ആ ചിക്കനിൽ നിന്ന് ഇറങ്ങണ വെള്ളം മാത്രം തന്നെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ ആവി ഒന്ന് പോയ ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വഴറ്റിയതും കൊണ്ട് ചേർത്താൽ ചിക്കൻ സ്റ്റ്യൂ റെഡി.